ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ രാമേശ്വരം യാത്രയുടെ പാർട്ട് 2 ആയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ രാമേശ്വരത്തേക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അമ്പലത്തിലേക്കല്ല, ആദ്യം നമുക്ക് കർമ്മം ചെയ്യാനുണ്ടല്ലോ. അതിന് വേണ്ടി രാവിലെ നമ്മൾ ഒരു 4 എഴുന്നേറ്റിട്ട് പിന്നെ കടലിൽ പോയിട്ട് വേണം നമ്മളെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റു. കുളിച്ചിട്ടില്ല റൂമിൽ നിന്ന്, കാരണം നമുക്ക് കടലിൽ മുങ്ങാനുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നന്നായിട്ട് നമ്മുടെ റൂമിൽ നിന്ന് കർമ്മം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ രാവിലെ എല്ലാ സ്ഥലത്തും വെളിച്ചം കാര്യങ്ങളാണ്, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, ക്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രാവിലെ തന്നെ പോയി അവിടെ കടലിലെത്തി. അവിടെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ, കർമ്മം ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തുനിന്ന് വന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും നേരം വെളുക്കുന്നതിന് മുന്നേ കർമ്മം ചെയ്യണമെന്നാണ് അയാൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ആവാഹിച്ച് കൊണ്ടുപോയതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കർമ്മയുടെ നിർദ്ദേശപ്രകാരം അതെല്ലാം കടലിൽ ഒഴുക്കി പിന്നെ മുങ്ങി വന്നിട്ട് വേണം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കടൽ കാണുമ്പോൾ പെട്ടെന്ന് മുങ്ങാൻ തോന്നില്ല, പക്ഷെ നമുക്ക് കർമ്മം ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ മുങ്ങാണ്. എനിക്ക് മുങ്ങാൻ നല്ല പേടിയായിരുന്നു കേട്ടോ, പക്ഷേ എന്തായാലും കർമ്മം ചെയ്യണമല്ലോ, അവിടെ മുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം ചെയ്തിട്ട് കുറേ ക്രിയകളുണ്ടായിരുന്നു അവിടെ ചെയ്യാനൊക്കെ. അതെല്ലാം ചെയ്ത് നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അത് ചെയ്തിട്ടുണ്ട്. ആണോ, സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ, നല്ല സമയമാണ്. പിന്നെ ആകാശമൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായി നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, സൺറൈസസ് അറ്റ് രാമേശ്വരം എന്നൊക്കെ പറയുന്ന പോലെ. അത് കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇറങ്ങോടെ തന്നെ ഞങ്ങൾ പിന്നെ പോവാണ്. പിന്നെ നമുക്ക് ചെയ്യാനെന്ന് വെച്ചാൽ അവിടെ കിണറുകളുണ്ട്. എല്ലാ കിണറും നമ്മുടെ മേലേക്ക് ഒരു വെള്ളം അങ്ങനെ ഒഴിച്ചു തരും. 10-18 കിണറുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അതിനുള്ള ക്യൂ ആണ് അവിടെ. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിന്നിട്ട് പോകണം. അത് ഓരോ കിണറെടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് കൊടുത്താൽ മതി, അവരങ്ങനെ നമ്മുടെ തലയ്ക്ക് അങ്ങനെ ഒഴിച്ചു തരും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് റൂമിൽ പോയി ഫ്രഷായി കുളിച്ചൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും നമ്മൾ അമ്പലത്തിൽ ഉള്ളിൽ ഞങ്ങൾ കയറിയിട്ടില്ല. അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് അമ്പലം രാമേശ്വരം ടെമ്പിൾ. എന്ത് ഭംഗിയാണ് കാണാൻ, എത്ര ഉയരത്തിലാണത്. നല്ല കുത്തുപണികളുടെ നല്ല ഭംഗിയുണ്ട്. ഇതിലേറെ ഭംഗിയുണ്ട് ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര തിരക്കാണ് കേട്ടോ, ചുറ്റും നല്ല തിരക്കുള്ള സമയമാണ്. വെക്കേഷനായിട്ടാണോ എന്തായാലും, ഇനി പൊതുവേ ഇവിടെ അങ്ങനെ തന്നെയാണോ അതും അറിയില്ല, കാരണം കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നല്ല പ്രശസ്തമായ അമ്പലമല്ലേ, അപ്പോൾ പൊതുവെ തിരക്കുണ്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടുന്ന് റൂമിൽ നിന്ന് അമ്പലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്, പക്ഷേ കർമ്മം ചെയ്യുന്നിടത്തേക്കാണ് ഒരുപാട് ദൂരം നടക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം. ഓരോ റൂമിലാണല്ലോ എല്ലാവരും വന്ന് സെറ്റാകാൻ വേണ്ടി, ഗ്യാങ്ങായിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. എല്ലാവരും വന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടി പോകും. അമ്പലം എന്ന് പറഞ്ഞാൽ കാണണം, നമുക്ക് എന്താ ഒരു അത്ഭുതമാണ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇത്രയും ചുമർ ചിത്രപ്പണികളായിട്ടും അതിന് മേൽക്കൂരകളൊക്കെ ഫുള്ള് കല്ലുകൊണ്ടുള്ള കൊത്തുപണികളാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ അമ്പലം മുഴുവൻ കാണാൻ ഒരു ദിവസം തന്നെ വേണം, പെട്ടെന്ന് കയറി തൊഴുതിറങ്ങി പോരാനൊന്നും പറ്റില്ല, അത്രയും ഭംഗിയാണ് കാണാൻ. അതിലേറെ രസം ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ വെക്കുക. നമുക്ക് പറയാമല്ലോ, അമ്പലങ്ങളൊക്കെ പോകുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ട് അങ്ങനെ വലിയും. നമ്മൾ വലിഞ്ഞിട്ടില്ലെങ്കിൽ മക്കൾ ഓൾറെഡി നമ്മൾ അങ്ങോട്ട് അങ്ങനെ വലിച്ചു കൊണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ പറഞ്ഞാൽ 30 ആൾക്കാരുണ്ട്, കുട്ടികളടക്കം 30ഓളം ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ സെറ്റായി ഇങ്ങനെ വരികയാണ്. എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടി, കാരണം കൂട്ടം തെറ്റിപ്പോയാൽ ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങളത് അതാക്കി പറഞ്ഞ് ഗ്യാങ്ങാക്കിയിട്ട് കൂട്ടം തെറ്റി പോകാണ്ട് റെഡിയായി വരണം എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് എന്താ പറയുക, നമുക്കിങ്ങനെ കണ്ണ് തള്ളിപ്പോത്തരം കാഴ്ചകളാണ് സാധനങ്ങൾ വാങ്ങാനും, പക്ഷേ ഭയങ്കര വിലയാണ് കേട്ടോ. പക്ഷേ എന്നാലും മക്കളുള്ള സമയത്ത് നമ്മൾ അതൊന്നും നോക്കില്ല, അവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ട് അങ്ങനെ പിടിച്ച് കൊണ്ടുപോകും. അപ്പോൾ അവരോടൊക്കെ തൊഴുത് തിരിച്ച് വരുമ്പോൾ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് ചട്ട കെട്ടി തൊഴാൻ വേണ്ടി പോവാണ്. അമ്പലങ്ങളെ ആ കൊത്തുപണികളാണ് കേട്ടോ കാണുന്നത്. അത് നോക്കി നിന്ന് പോകും, അത്രയും ഭംഗിയാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ഓരോ സമയത്ത് കുറച്ച് നടക്കും, പിന്നെ നമ്മൾ അടുത്ത ആൾക്കാരോട് വെയിറ്റ് ചെയ്യും. അങ്ങനെ സെറ്റായിട്ട് പോകണം. നമുക്ക് കൂട്ടം തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും, കാരണം ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കയറുന്നതിന് മുന്നുള്ള കാഴ്ചകളാണത്. അപ്പോൾ ഇവിടെ നമുക്ക് പറ്റും, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോൺ അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടെല്ലാം ഞങ്ങൾ പറഞ്ഞേൽപ്പിച്ച് ഗ്യാങ് തെറ്റി പോകാണ്ടൊക്കെ വേണ്ടിയൊക്കെ, കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ, ചെറിയ മക്കളൊക്കെ ഉള്ളതാണ്. അതെല്ലാം പറഞ്ഞേൽപ്പിച്ച് പോവാണ്. ഇവിടെ അധികം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ, എന്നാലും കുറച്ച് സമയം വേണം. ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്ന് പലതരം ടിക്കറ്റ്, പല റേറ്റിനും പല ക്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതിന് ടിക്കറ്റൊക്കെ എടുത്ത് പല റേറ്റും 100 മുതൽക്ക് മുകളിലേക്ക് ഉള്ളതുണ്ട്. അപ്പോൾ ഓരോ റേറ്റിനും ഓരോ ക്യൂ ആണ്. അപ്പോൾ നമ്മളെല്ലാം ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് പിന്നെ വേഗം ക്യൂ അധികം നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒക്കെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് രാമേശ്വരം. അറിയാമല്ലോ, നമ്മുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാമിൻ്റെ വീടുള്ളത് രാമേശ്വരത്താണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് രാമേശ്വരം, നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പം രാമേശ്വരത്താണ് ബഹുമാനപ്പെട്ട പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ വീട്. അപ്പോൾ അവിടെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഏതായാലും അത് സാധിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെയും ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പം കറക്റ്റായിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. കാരണം മ്യൂസിയം പോലൊക്കെ സെറ്റ് ചെയ്ത് വീടുണ്ട്, പിന്നെ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവാർഡ്സുകൾ തുടങ്ങിയ എല്ലാ സാധനവും മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് നമുക്കെല്ലാം കയറി കാണാൻ പറ്റും. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഗേറ്റൊക്കെ തുറന്നിട്ട് വേണം. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കണം. അതിനുശേഷം നമുക്ക് ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. ചെരുപ്പൊക്കെ പുറത്ത് അയച്ചിട്ടുണ്ട്. അത്രയും നീറ്റാക്കിയിട്ട് വെച്ചിരിക്കും, ഒരു പൊടി പോലും ഇല്ല, അത്രയും നീറ്റും ക്ലീൻ ആക്കിയിട്ട് വെച്ചിരിക്കുക. ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നതല്ലേ, പക്ഷെ എന്നാൽ പോലും ഒരു വൃത്തികേടൊന്നുമില്ല, നല്ല നീറ്റാക്കിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ കയറാൻ പോകണം. അത് ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഡയറക്റ്റാണ് കയറി പോകാനൊന്നും പറ്റില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്.
പിന്നെ അദ്ദേഹം താമസിച്ചിരുന്ന വീടാണിത്. ഈ വീടിൻ്റെ ഉള്ളിലേക്കാണ് അതിപ്പോൾ ഒരു മ്യൂസിയം പോലെ, ഒരു ആർട്ട് ഗാലറി പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. കയറിയത് അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹം ഡ്രസ്സുകൾ, പിന്നെ അയാൾ കിട്ടിയ മെഡലുകൾ, അദ്ദേഹത്തിൻ്റെ മെഡലുകൾ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടാണ്. ഒരുപാട് ബുക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോന് പൊതുവെ ബുക്സ് വായിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് ബുക്സ് വാങ്ങിയിട്ടുണ്ട്. അബ്ദുൽ കലാമിൻ്റെ കുറേ തരുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ബുക്ക് എടുത്ത് അവനങ്ങനെ പോകുന്നതാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ബുക്ക്, അത് വാങ്ങിപ്പോന്നു. ഇനി ഞങ്ങൾ യാത്ര എന്ന് പറയുന്നത് ധനുഷ്കോടിക്കാണ്. കാരണം വളരെയേറെ ആഗ്രഹിച്ചൊരു യാത്രയാണത്, ധനുഷ്കോടി കാണുക എന്നുള്ളത്. കാരണം 2 കടലും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ വരുമ്പോൾ അതും കൂടി നടന്നു. കാരണം അതിനായിട്ടൊരു വരവ് എന്തായാലും സാധിക്കുന്നതല്ല. അപ്പം ഇതിൽ കൂടെ ആകുമ്പോൾ നമുക്കതും കാണാൻ സാധിക്കുമല്ലോ. വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ 2 കടലുകൾ തമ്മിൽ കൂട്ടിമുട്ടും. അതായത് ഒരു സൈഡിൽ കടൽ പച്ച, ഒരു സൈഡിൽ നീല. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് നമ്മൾ പോയ ബസ്സിൽ തന്നെയാണ് എല്ലാവരും കൂടെ പോയി. ഞാൻ അവിടെ എത്തി. അവിടുന്ന് നമുക്ക് അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ മനോഹരമായ കാഴ്ച കണ്ടിരിക്കുക. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് പറയുക കാണാൻ. അത് ശരിക്കും നമ്മൾ ഈ വീഡിയോയിലൊക്കെ എഡിറ്റ് ചെയ്ത് കാണുന്നില്ലേ, അതിനേക്കാൾ ഭംഗി എന്താ പറഞ്ഞറിയിക്കാൻ പറ്റും. അത്രയും ഭംഗിയാണ് അവിടെ വന്നിട്ട് കാണാൻ. അത് പോയി തന്നെ കാണാൻ അനുഭവിച്ചിരണം. അത്രയും നല്ലൊരു കാഴ്ചയാണ്. ഞങ്ങൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ നല്ല ഉച്ച സമയം കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ് പോണ വെയിലാണ്. പക്ഷെ അതെല്ലാം സഹിച്ച് ഞങ്ങൾക്ക് കാഴ്ച കാണണം. അവിടുത്തെ സ്ഥലം ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പോയതാണ്. പിന്നെ അവിടെ എത്തി ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കാണാൻ അങ്ങോട്ട് ഇറങ്ങാം, നമുക്ക് ആ കടലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കടലെടുത്ത് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മക്കൾക്ക് കടലിൽ ഇറങ്ങണം എന്ന് പറഞ്ഞവർ ഇറങ്ങി. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസം. പക്ഷെ നമുക്ക് ചൂടറിയില്ല. വെള്ളം ഇത്ര വന്നാൽ നമുക്ക് ചൂടൊരിക്കലും അറിയില്ല. തലയ്ക്ക് മുകളിൽ നമുക്ക് ചൂടുണ്ടെങ്കിലും പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയ വെള്ളത്തിൻ്റെ ചൂടൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും 2 ബസ്സിലായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ തിരിച്ച് കയറി പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ അവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഹനുമാൻ ചാടിയ കല്ല് എന്ന് പറയുന്നത്. ഹനുമാൻ അത് വെച്ചിട്ട് ചാടിയ കല്ല് എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയി. അവിടെ ചെറിയൊരു കല്ലുണ്ടായിരുന്നു. മറ്റു വലിയ കല്ല് നമുക്ക് എന്തായാലും പൊന്തില്ല. ചെറിയ കല്ല് മോനൊക്കെ ഒന്ന് എടുത്ത് നോക്കി. എല്ലാം കാണാൻ വരുന്നുണ്ട് കേട്ടോ. അത് ഹനുമാൻ ഈ കടൽ ചാടിക്കടന്നെന്ന് പറയുന്നുണ്ട്. ഒരു ഐതിഹ്യമാണ്. ആ കടൽ ചാടാൻ വേണ്ടിയിട്ട് ആ കല്ല് ചവിട്ടിയിട്ടാണ് ചാടി എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാനൊരു കല്ല് അവിടെ ഉണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഇനി മധുരയ്ക്കാണ് അടുത്ത യാത്ര. മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി ഞങ്ങൾ നിർത്തി. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പം. ആ കഴിഞ്ഞ് ഞങ്ങൾ നിർത്തിയിട്ട് ചായ കുടിക്കാൻ, രാത്രി ആയാലും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചായ കഴിച്ചിട്ട് ഇനി ഡയറക്റ്റ് നമ്മൾ മധുരയ്ക്കാണ് പോകുന്നത്. ഇന്ന് ഹാൾട്ട് മധുരയിലാണ്. മധുരയിൽ നിന്നിട്ട് നാളെ മധുര മീനാക്ഷി ക്ഷേത്രം അത് തൊഴുതിട്ടാണ് തിരിച്ചു പോരുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാം കഴിച്ച് രാത്രി മധുരയ്ക്ക് എത്തിയിട്ടുണ്ട്. രാത്രി മധുര അമ്പലത്തിൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരെയായിട്ടാണ് നമുക്ക് റൂം കിട്ടും. അമ്പലത്തിൻ്റെ അടുത്തേക്ക് റൂം കിട്ടില്ല, കുറച്ച് ദൂരെയായിട്ടാണ് അവിടെ ഞങ്ങൾ റൂമൊക്കെ എടുത്തത്. അപ്പോൾ നമുക്ക് നാളെ രാമേശ്വരം യാത്ര പാർട്ട് 3 ആയിട്ട് കാണുന്നവരേക്കും ബൈ.